പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഈ അനുഗ്രഹീതമായ വിശുദ്ധ പകൽ അതിൻ്റെ പ്രഭാത നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആദരണരായ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലും. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാണ്. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കേട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ രാവിലെ അല്പനിമിഷത്തെ വചന വിചിന്തനത്തിനായിട്ട് നാം ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായത്. ഹോശേയ പ്രവചന പുസ്തകത്തിൻ്റെ വേദവാക്യമാണല്ലോ നാം വായിച്ചത്. ഹോശേയാവിൻ്റെ കാലഘട്ടത്തിൽ ജനം യഹോവയെ വിട്ട് ബാലിനെ സേവിക്കുന്ന, ബാലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ പിന്തിരിഞ്ഞു പോയെന്ന് നാം ആ ചരിത്രം കാലഘട്ടം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഹോവയെ വിട്ട് അകന്നുപോയ, മാറിപ്പോയ, പിന്തിരിഞ്ഞു പോയ ജനത്തെ, ആ സമൂഹത്തെ യഹോവയായ ദൈവം പറയാണ്, വരുവീൻ, യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും മാറിപ്പോയിട്ടും ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടും അന്യദൈവങ്ങളെ സേവിച്ചിട്ടും തമ്പുരാൻ ആ ജനത്തെ മറന്നു കളയുന്നില്ല, അവരെ തിരസ്കരിക്കുന്നില്ല. അവരെ മടക്കി കൊണ്ടുവരേണ്ടതിന്, അവരെ തിരികെ കൊണ്ടുവരേണ്ടതിന് അവരെ വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഈ പുസ്തകത്തിനകത്ത്, വായിച്ച വേദവാക്യത്തിനകത്ത് കാണുവാനായി കഴിയും. അതേ പ്രിയമുള്ളവരെ, നാമും പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പല കാരണങ്ങളാൽ അകലം വിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ മാറിയാലും മാറാത്തൊരു ദൈവം അവിടെ തന്നെയുണ്ട്. ഇന്ന് രാവിലെ ഒരു തിരികെ വരേണ്ടതിന്, ഒരു മടങ്ങി വരവിന് ഈ സന്ദേശം ഇടയായി തീരട്ടെ. ഏതെങ്കിലും വിഷയങ്ങളുടെ ബന്ധത്തിൽ, ഏതെങ്കിലും കാരണത്താൽ ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവഭയത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, കൂടിവരവുകളിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് നിൽക്കുന്നെങ്കിൽ, പിന്മാറി നിൽക്കുന്നെങ്കിൽ, സ്റ്റക്കായി നിൽക്കുന്നെങ്കിൽ, നീ ബ്ലോക്കായി നിൽക്കുന്നെങ്കിൽ, ദൈവാത്മാവ് ഈ രാവിലെ നിന്നെ വിളിക്കുന്നു, യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷെങ്കിൽ അവൻ സൗഖ്യമാക്കുകയും ചെയ്യും. അല്പകാലശിക്ഷ നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ കടന്ന് വന്നെന്ന് വരാം. അത് നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല. ഒരു സർജറി, ഒരു ഓപ്പറേഷൻ ഡോക്ടർ ചെയ്യുന്നത് നിന്നെ ഇല്ലായ്മയാക്കാനല്ല. സർജറിയുടെ സമയത്ത് നിനക്ക് അല്പം വേദന ഉണ്ടാകാം, അല്പം ബുദ്ധിമുട്ടുണ്ടാകാം, അല്പം ക്ലേശം സഹിക്കേണ്ടി വരാം, അല്പം സാമ്പത്തികം മുടക്കേണ്ടി വരാം, സമയം ചെലവഴിക്കേണ്ടി വരാം. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, സർജറി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നീ അവിടെ ജീവിച്ച് എഴുന്നേൽക്കുക ചെയ്യുന്നത്, നീ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതുപോലെയാ ഈ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, എങ്കിലും അവൻ നിന്നെ സൗഖ്യമാക്കും. ഇന്ന് വരെ എത്ര പേർക്ക് ഉറപ്പുണ്ട്, അവൻ എന്നെ സൗഖ്യമാക്കും, എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കും, എൻ്റെ പിന്മാറ്റത്തെ അവൻ സൗഖ്യമാക്കും, എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ദൈവം സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവൻ എന്നെ അടിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മുറിവുകളെ അവൻ കെട്ടും. ഞാൻ അല്പം പിന്മാറിപ്പോയപ്പോൾ എൻ്റെ ജോലി മേഖലയോടുള്ള ബന്ധത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും കാരണത്താൽ ദൈവത്തിൻ്റെ അടി നിന്റെ ജീവിതത്തിൽ ഭാരമായി നിനക്ക് തോന്നുന്നെങ്കിൽ, ആത്മാവ് ഇന്ന് രാവിലെ നിന്നോട് വ്യക്തമായി പറയുന്നു,
നീ മടങ്ങി വരാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ മുറിവുകളെ അവൻ കെട്ടും കേട്ടോ. നിനക്ക് ഭാരമായി തോന്നുന്ന സകല മുറിവും, വേദനയായി തോന്നുന്ന സകല മുറിവും ഈ രാവിലെ സ്വർഗം സൗഖ്യമാക്കും. ആ മുറിവ് കെട്ടുകയും ചെയ്യും. ആ മുറിവ് കെട്ടിയ, സൗഖ്യം പ്രാപിച്ച നിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നിന്നെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അത് ഇന്ന് രാവിലെ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആത്മാവിൽ യുവജന സന്ദേശത്തെ ഏറ്റെടുക്കും? അവിടെ പറയാം, കർത്താവേ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ജീവിപ്പിക്കണം, 3-ാം ദിവസം അങ്ങനെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. അത് ജീവിച്ചെഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ കഴിയാതെയുള്ള പ്രതികൂലങ്ങളും പ്രതികൂല ശക്തികളും ഈ വചനത്തിന്റെ ശക്തിയാൽ ആത്മാവിൽ നീങ്ങി പോകട്ടെ. എഴുന്നേൽക്കാൻ കഴിയാതെ നിന്നെ ഒതുക്കി വെക്കുന്ന, മൂലക്കിരുത്തിയിരിക്കുന്ന, വീടിന്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളോട് ഈ വചനത്തിന്റെ ശക്തിയാൽ മാറിപ്പോകുവാൻ നീ കൽപ്പിക്കട്ടെ. അതേതെങ്കിലും കാരണങ്ങളാൽ പിന്മാറ്റത്തിൽ പിന്മാറി അകലം വിട്ട് നീ പോകുന്നെങ്കിൽ, വേഗത കുറയുന്നെങ്കിൽ, ഇന്ന് രാവിലെ നിന്റെ വേഗത വർദ്ധിക്കട്ടെ, വേഗത വർദ്ധിക്കട്ടെ. കാലുകൾക്ക് ബലമുണ്ടാകട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. നാം അവന് മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. 3-ാമത്തെ വാക്യത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കാം. അതേ സ്നേഹിത, ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഉത്സാഹമുണ്ട്, പല കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ ആത്മാവ് നമ്മോട് പറയുന്നു, കുഞ്ഞെ, നീ യഹോവയെ അറിയാൻ ഉത്സാഹിക്കണം കേട്ടോ. സാമ്പത്തിക കാര്യത്തിലുള്ള ഉത്സാഹത്തേക്കാൾ, ലോകത്തിലുള്ള ഓട്ടത്തേക്കാൾ, അധ്വാനത്തേക്കാൾ, മറ്റ് തലങ്ങളിലേക്കാൾ അപ്പുറമായി യഹോവയുടെ വചനത്തെയും അറിയാൻ നീ ഉത്സാഹിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് വിരോധികളാൽ പല തിന്മയും സഹിച്ച കർത്താവിനെ ഇന്ന് രാവിലെ ഓർത്തുകൊള്ളണം. കർത്താവിനെ നമുക്ക് ഓർക്കുക, കർത്താവിന്റെ വചനത്തെ പ്രമാണിക്കുക. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാന സന്ദേശമായി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് രാവിലെ ഈ വചന സന്ദേശങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.